ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പഴമയുടെ സ്വാതന്ത്ര്യയുഗ പ്രയാസമായിരിക്കും. പുസ്തകത്താളുകളിൽ അക്ഷരങ്ങളായി മാറിയ നാടൻ വിഭവങ്ങളും അവയുടെ മഹത്വവും വീണ്ടും സമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയാണ് അറിവിന്റെ കേന്ദ്രമായ ഒരു വിദ്യാലയം. വാർത്തകൾ കാണാം. പ്രധാന വാർത്തകൾക്ക് ശേഷം. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്രത്തിൽ പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കണമെന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി. UDF സർക്കാർ അധികാരമേറ്റ ശേഷം വികലമായ നടപടിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് KSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് K. ചന്ദ്രൻ മാസ്റ്റർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാവുന്ന അതിക്രമങ്ങളാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. വാർത്തകൾ വിശദമായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷവും പുസ്തക പ്രകാശനവും സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാവുന്ന അതിക്രമങ്ങളാണ് ഇന്ന് കേരളം നേരിടുന്ന വെല്ലുവിളിയെന്നും അത് നേരിടാൻ നിയമം കൊണ്ടോ വ്യവസ്ഥ കൊണ്ടോ സാധ്യമല്ല, സമൂഹത്തിൽ തന്നെ വരേണ്ട മാറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാവുന്ന അതിക്രമങ്ങളാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് നേരിടാൻ നിയമം കൊണ്ടോ വ്യവസ്ഥകൾ കൊണ്ടോ സാധിക്കില്ല, സമൂഹത്തിൽ തന്നെ വരേണ്ട മാറ്റമാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷവും പുസ്തക പ്രകാശനവും മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പെൺമക്കൾക്ക് അവർക്ക് സംരക്ഷണം ഉണ്ടാകണം. ആ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ അവരെ പീഡിപ്പിക്കുന്നു പറയുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും അത് അനുവദിച്ചു പോകാൻ സാധിക്കില്ല. ഇത് നിയമം കൊണ്ടോ വ്യവസ്ഥകൾ കൊണ്ടോ മാറ്റാവുന്ന കാര്യമല്ല. നമ്മുടെ സമൂഹത്തിന്റെ മനസ്സാക്ഷിയിൽ ഉണ്ടാകേണ്ട പരിവർത്തനമാണ് എന്ന് മാത്രം കൂടി സാന്ദർഭികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോക വനിതാ ദിനത്തിൽ ഈ വെല്ലുവിളികൾ നേരിടാനുള്ള കെൽപ്പ് സമാഹരിക്കാൻ കേരളത്തിന് കഴിയുമാണെന്ന് ആശംസിച്ചുകൊണ്ട് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതുകൊണ്ട് മാത്രമായില്ല, സമൂഹത്തിൽ മലയാള ഭാഷ സമ്പുഷ്ടമാകണം. ആനുകാലിക ലോകത്തെയും ശാസ്ത്രരംഗത്തിലെ പുരോഗതികളും കണ്ടുപിടുത്തങ്ങളെയും ഉൾക്കൊള്ളിച്ച് മലയാളത്തിൽ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സീതയിലെ സീത എന്ന പുസ്തകം അന്വേഷി സാരഥി K. അജിതയും ഡോക്ടർ ഷാജഹാൻ രചിച്ച രചനാ സംഭവം UK കുമാരനും പ്രതിരോധ സംസ്കാരം സിദ്ധാന്തവും പ്രയോഗവും മുൻ മന്ത്രി MT പത്മയും സ്വീകരിച്ചു. ചടങ്ങിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ MR തമ്പാൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ S. കൃഷ്ണകുമാർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേണിംഗ് ബോഡി മെമ്പർ വർഗീസ് തോട്ടക്കാട്, ഡോക്ടർ P. ഗീത, KM രാധ, MP ബീന എന്നിവർ സംബന്ധിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്രത്തിൽ പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കണമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മത്സ്യമേഖലയിലെ വിഷയങ്ങൾ എല്ലാ തീരദേശ സംസ്ഥാനങ്ങളിലും ചർച്ചാ വിഷയമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ മത്സ്യമേഖല നേരിടുന്ന മുഖ്യ വിഷയങ്ങൾ ഉയർത്തി തീരദേശ സംസ്ഥാനങ്ങളിൽ ചർച്ചാ വിഷയമാക്കാൻ പ്രചരണ ജാഥകളും ബഹുജന കൺവെൻഷനുകളും നടത്താൻ നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറവും കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും തീരുമാനിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സ്യമേഖലയ്ക്ക് അർഹമായ പരിഗണന നൽകാത്തതിലുള്ള പ്രതിഷേധം കൂടിയാണിതെന്ന് നേതാക്കൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു പ്രത്യേക മന്ത്രാലയമില്ലെങ്കിൽ മീൻപിടുത്തക്കാർക്ക് നിലനിൽപ്പില്ല എന്നതാണ് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളൊക്കെ തെളിയിക്കുന്നത്. പ്രധാനമായിട്ടും
നമുക്കറിയാം, ഇവിടെ 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ഇറ്റാലിയൻ ഭടന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ബേപ്പൂർ അഴിമുഖത്ത് മത്സ്യബന്ധന ഉപകരണങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് സംസ്ഥാന സർക്കാർ നഷ്ടത്തിന്റെ 10% മാത്രം അനുവദിച്ച തീരുമാനത്തിൽ ഫെഡറേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പൂർണ്ണമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ സമരം തുടരുവാനും നിർദ്ദിഷ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചാ വിഷയമാകുവാനും ഫെഡറേഷൻ തീരുമാനിച്ചു. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക മാർച്ചും ധർണയും നടത്തി. കോഴിക്കോട് RDD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KSTE മുൻ സംസ്ഥാന പ്രസിഡന്റ് K. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അധികാരമേറ്റ ശേഷം വികലമായ നടപടിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഹയർ സെക്കൻഡറി പ്രൊമോഷനുകൾ അടിയന്തരമായി നടത്തുക, നിയമനാംഗീകാര നടപടികൾ ഉടൻ പൂർത്തിയാക്കുക, അനുവദിക്കപ്പെട്ട അവധിക്കാല ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ മാർച്ചും ധർണയും നടത്തിയത്. കോഴിക്കോട് RDD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KSTE മുൻ സംസ്ഥാന പ്രസിഡന്റ് K. ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ അധികാരമേറ്റ ശേഷം വികലമായ നടപടിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അനാവശ്യമായ സമ്പത്തുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വിദ്യാഭ്യാസ മേഖലയിലാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികലമായ ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. ആ വികലമായ നടപടിക്രമങ്ങളോടൊപ്പം ഓരോ സ്ഥാപനത്തിനകത്തും ഓഫീസുകളിലും കൃത്യതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല അവർ പ്രതീക്ഷിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും. KSTE ജില്ലാ പ്രസിഡന്റ് PP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PK സതീഷ്, ജില്ലാ സെക്രട്ടറി RV അബ്ദുള്ള, KT ബാലകൃഷ്ണൻ, K. സുരേഷ് കുമാർ, PP കാർത്തിയായനി, KM സത്യൻ മാസ്റ്റർ, V. രാജഗോപാലൻ, PC കവിത, TK അരവിന്ദാക്ഷൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട CPM എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായാണ് KC രാമചന്ദ്രനെ പുറത്താക്കിയതെന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ. ചന്ദ്രശേഖരനും രാമചന്ദ്രനും തമ്മിൽ വ്യക്തിവിരോധമില്ലായിരുന്നു. ഈ വർഷത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഫലിതമാണ് CPMന്റെ കണ്ടെത്തലും പുറത്താക്കലുമെന്ന് KK രമ കോഴിക്കോട്ട് പറഞ്ഞു. അതെ, അത് തന്നെയാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ KC രാമചന്ദ്രൻ ഈ ഒരു കൊലപാതകം നടത്താൻ വ്യക്തിപരമായിട്ട് ആണ് എങ്കിൽ എന്തിനാണ് CPM നേതൃത്വം ഇതിന് കൂട്ടുനിന്നത്? ഈ കോടതിയിലെ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കുന്നതിനിടെ വൻതോതിൽ പണം ചെലവഴിച്ചുകൊണ്ട് ഈ കൊട്ടേഷൻ സംഘത്തെ, ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കുന്നതിന് CPM നേതൃത്വം എന്തിന് തയ്യാറായി? ഈ ജയിലിൽ ഉൾപ്പെടെ ഈ പ്രതികൾക്ക് അസൗകര്യങ്ങൾ ഉണ്ടായ സമയത്ത് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വരെ വന്ന് എന്തിനാണ് ഇതിലിടപെട്ടത്? രാമചന്ദ്രന്റെ വ്യക്തിവിരോധമാണ് ഈ കൊലയ്ക്ക് കാരണമെങ്കിൽ എന്തിനാണ് CPM നേതൃത്വം ഇത് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചും കൂടി മറുപടി പറയേണ്ടിയിരിക്കുന്നു. പഴമയുടെ ഭക്ഷണ വിഭവങ്ങളെ പരിചയപ്പെടുത്തി പടിഞ്ഞാറ്റുമുറി GUP സ്കൂൾ. വിദ്യാലയത്തിന്റെ 101ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ക്ലബ്ബും ജാഗ്രതാ സമിതിയുമാണ് നാടൻ ഭക്ഷണ രുചിക്കൂട്ടുമായി വിദ്യാർത്ഥികൾക്ക് മുന്നിലെത്തിയത്. നാടൻ രുചിക്കൂട്ടിൽ നിന്നും ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്ന ഇന്നത്തെ സമൂഹത്തെ വീണ്ടും നാടൻ ഭക്ഷ്യവിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പടിഞ്ഞാറ്റുമുറി GUP സ്കൂൾ. വിദ്യാലയത്തിന്റെ 101ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പരിസ്ഥിതി ക്ലബ്ബും ജാഗ്രതാ സമിതിയുമാണ് പഴമയുടെ ഭക്ഷണ വിഭവങ്ങളെ പുതുതലമുറയ്ക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. കൊത്തൻ ചക്ക, തഴുതാമ, മരച്ചീനിപ്പുഴുക്ക്, നീണ്ടിപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, കമ്പപ്പുട്ട്, മുത്താറിക്കഞ്ഞി, പത്തിരി, കൊഴുക്കട്ട പായസം, കുമ്പിളപ്പം, പനാലുവ തുടങ്ങി 100ഓളം വിഭവങ്ങളാണ് നാടൻ ഭക്ഷ്യമേളയിലുള്ളത്. വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് വിഭവങ്ങൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്നത്. കൂടാതെ മാറേണ്ട അടുക്കളയെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നാടൻ ഭക്ഷണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, മാറേണ്ട ഭക്ഷണശീലങ്ങൾ എങ്ങനെയെന്നതെല്ലാം വിഷയത്തിൽ പ്രതിപാദിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജനാർദ്ദൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ വാർഷികാഘോഷം AK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് A. ഉഷാദേവി, PTA പ്രസിഡന്റ് M. രാജേന്ദ്രൻ, MK രാജേന്ദ്രൻ, T. പ്രമോദ്, നസീറ ഹമീദ്, അനുരാധ, കവിത മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material.
made of ABS material. ചേച്ചി റെഡി എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും പാളയം പച്ചക്കറി മാർക്കറ്റിലെ പുതിയ മൂത്രപ്പുര തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു. തുറസായ സ്ഥലമാണ് നിലവിൽ പൊതുജനങ്ങളും തൊഴിലാളികളും മൂത്രപ്പുരയായി ഉപയോഗിക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് പേരാണ് പാളയം പച്ചക്കറി മാർക്കറ്റിലും പാളയം ബസ് സ്റ്റാൻഡിലും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു മൂത്രപ്പുര മാത്രമാണുള്ളത്. എന്നാൽ വളരെ വൃത്തിഹീനവും സൗകര്യമില്ലാത്തതുമായ ഈ മൂത്രപ്പുര മതിയാവില്ലെന്ന് മനസ്സിലാക്കിയ തൊഴിലാളികളാണ് പുതിയ മൂത്രപ്പുരയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്. എന്നാൽ പുതിയ മൂത്രപ്പുര പണിതെങ്കിലും ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല. 2 മാസത്തിലേറെയായി മൂത്രപ്പുരകളുടെ പണി പൂർത്തിയായിട്ട്. നിലവിൽ പാളയം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികളും പച്ചക്കറി കച്ചവടക്കാരും മറ്റും തുറസായ സ്ഥലം മൂത്രപ്പുരയായി ഉപയോഗിക്കുകയാണ്. പണി തീർന്ന മൂത്രപ്പുര തുറന്നു കൊടുക്കാതെ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് കോർപ്പറേഷന് നികുതിയായി പാളയം മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഓവുചാലിൽ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലാണ് മൂത്രം കെട്ടിക്കിടക്കുന്നത്. കൊതുകുകളുടെ വിളയാട്ടമാണിവിടെ. എന്നാൽ കോർപ്പറേഷന്റെ ആരോഗ്യ പ്രവർത്തകരോ ഉദ്യോഗസ്ഥരോ ഇവിടെ വരാറില്ല. കൊതുക് നശീകരണ മരുന്നും തളിക്കാറില്ല. കെട്ടിക്കിടക്കുന്ന മൂത്രത്തിന്റെ നാറ്റം സഹിച്ചാണ് മാർക്കറ്റിലെ ഓരോ തൊഴിലാളികളും ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. നിലവിലുള്ള മൂത്രപ്പുരയിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതും പതിവാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം കാഴ്ചകൾ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സാധാരണക്കാരൻ ഒരു പഴത്തൊലി പൊതുസ്ഥലത്തിട്ടാൽ അയാൾക്ക് ശിക്ഷ നൽകുന്ന അധികാരികൾ സ്വന്തം ഉത്തരവാദിത്തം ഇവിടെ മറക്കുകയാണ്. ഹൃദയാഘാതമുണ്ടാകുന്നവർക്ക് അടിയന്തര ശുശ്രൂഷയ്ക്കായി ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സെന്തിൽനാഥൻ ശിവ ഉദ്ഘാടനം ചെയ്തു. ഹൃദയാഘാതമുണ്ടാകുന്നവർക്ക് അടിയന്തര ശുശ്രൂഷ നൽകുന്നതിനുള്ള യന്ത്രമായ ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ റോട്ടറി ഡിസ്ട്രിക്ട് 3202 ഗവർണർ ഡോക്ടർ സെന്തിൽനാഥൻ ശിവ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് കാലിക്കറ്റ് മിഡ് ടൗൺ ആണ് 1 ലക്ഷം രൂപ വില വരുന്ന AED യന്ത്രം റെയിൽവേ സ്റ്റേഷന് സംഭാവന നൽകിയത്. മിംസ് ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ മേധാവി ഡോക്ടർ PP വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ജീവനക്കാർക്കായി ബേസിക് ലൈഫ് സപ്പോർട്ട് ക്ലാസുകൾ നടത്തിയിരുന്നു. ഫ്രണ്ട്ലൈൻ സ്റ്റാഫുകൾ, പോർട്ടർമാർ, കാറ്ററിംഗ് സ്റ്റാഫുകൾ തുടങ്ങി 50ഓളം റെയിൽവേ ജീവനക്കാർ ക്ലാസ്സിലും പങ്കെടുത്തിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ സ്ഥാപിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു വരികയാണെന്ന് റോട്ടറി ക്ലബ് കാലിക്കറ്റ് മിഡ് ടൗൺ പ്രസിഡന്റ് സുജിത് സുരേഷ് പറഞ്ഞു. ചടങ്ങിൽ റോട്ടറി ക്ലബ് ഭാരവാഹികളായ സുജിത് സുരേഷ്, ഡോക്ടർ രാജേഷ് സുഭാഷ്, R ജയന്ത്കുമാർ, ജേക്കബ് ജോർജ്, ഡോക്ടർ ജയകിഷ് ജയരാജ് എന്നിവർ സംബന്ധിച്ചു. മതേതര ഗവൺമെന്റുകൾ മതസ്ഥാപനങ്ങൾ കൈയടക്കുന്നതും ഹിന്ദു ആരാധനാലയങ്ങൾ മാത്രം സർക്കാരിന്റെ അധീനതയിൽ കൊണ്ടുവന്ന് ഭരണം കൈയാളുന്നതും കടുത്ത മതവിവേചനമാണെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട് ജില്ലാ സമ്മേളനം മാർച്ച് 8, 9 തീയതികളിൽ കുന്നമംഗലത്ത് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരണം മതേതരം എന്ന് പറയുന്ന സമയത്ത് എല്ലാ മതവിഭാഗത്തിനോടും തുല്യനീതിയും തുല്യപരിഗണനയും വേണം പുലർത്താൻ. പക്ഷേ ഇവിടെ ഹൈന്ദവ ആരാധനാലയങ്ങൾ മാത്രമാണ് സർക്കാരും രാഷ്ട്രീയക്കാരും ഭരണം കൈയാളുന്നത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം 8, 9 തീയതികളിൽ കുന്നമംഗലത്ത് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, ഭജന, ഘോഷയാത്ര, പൊതുസമ്മേളനം എന്നിവയുണ്ടാകും. ശനിയാഴ്ച രാവിലെ മുതൽ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ 140 സമിതി ക്ഷേത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന ഭാരവാഹികൾ സംബന്ധിക്കും. പ്രതിനിധി സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാരന്തൂർ ശ്രീ ഹരഹര മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്ന ഭജനഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളാകും. കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തയ്യാറാക്കിയ മാധവ്ജി നഗറിൽ ഘോഷയാത്ര സമാപിക്കുന്നതോടെ പൊതുസമ്മേളനത്തിന് തുടക്കമാകും. സ്വാഗത സംഘം ചെയർമാൻ A വിശ്വനാഥക്കുറുപ്പിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി
കദംബൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പുതിയറ BEM UP സ്കൂളിന്റെ 129ാം വാർഷികാഘോഷവും യാത്രയപ്പ് യോഗവും സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. മലബാറിന്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ജർമ്മൻ ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM UP സ്കൂൾ. അറിവിന്റെ അക്ഷരദീപങ്ങൾ തെളിയിച്ചിട്ട് 129 വർഷങ്ങൾ പിന്നിടുകയാണ് BEM സ്കൂൾ. ഇതിന്റെ ഭാഗമായി സ്കൂളിന്റെ 129ാം വാർഷികാഘോഷവും 26 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം ഈ വർഷം സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന സുഭാഷിണി ടീച്ചർക്കുള്ള യാത്രയയപ്പും നടന്നു. ഇതിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ PR നാഥ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് കരിയും കരിമരുന്നും പരമാവധി ഒഴിവാക്കാൻ. ആനകളെ എങ്ങനെ കഷ്ടപ്പെടുത്തരുത്, അനാവശ്യമായുള്ള വെടിക്കെട്ടുന്ന മോചനം നേടി കുറച്ചുകൂടി ബുദ്ധിപരമായ കാര്യങ്ങളിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ വരാൻ. സുഭാഷിണി ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം സിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KM ചന്ദ്രൻ നിർവഹിച്ചു. സ്റ്റുഡന്റ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിക്ക് ജയാനന്ദൻ അവാർഡ് സമർപ്പിച്ചു. നാൻസി പ്രമീള, PK രാംദാസ്, PM മുസമ്മിൽ, ഷെറീജ ബിയാട്രിസ്, ബേബി PP തുടങ്ങിയവരും നിരവധി കലാ സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും പ്രശ്നങ്ങളോട് ആരോഗ്യകരമായ രീതിയിൽ പ്രതികരിക്കുന്നതിനും മനസ്സ് ഫാമിലി കൌൺസിലിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കോർപ്പറേഷൻ കുടുംബശ്രീ ആഭിമുഖ്യത്തിലുള്ള CDS സംരംഭം ജില്ലാ പോലീസ് മേധാവി AV ജോർജ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ മനസ്സ് ഫാമിലി കൌൺസിലിംഗ് സെന്റർ പഴയ കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബ വ്യക്തിഗത കൌൺസിലിംഗിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിടുന്ന സെന്റർ സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് ഉദ്ഘാടനം ചെയ്തു. കൌമാരക്കാരായ കുട്ടികൾ മൂലം കുടുംബങ്ങളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം മൊബൈൽ ഫോണുകളാണെന്ന് കമ്മീഷണർ പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ വാങ്ങി നൽകരുത്, പ്രത്യേകിച്ച് പെൺമക്കൾക്ക്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ദിവസവും പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നു. മക്കളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ അമ്മമാർക്കുള്ള പങ്ക് വിസ്മരിക്കപ്പെട്ടാൽ അത് കുടുംബ ശിഥിലീകരണത്തിന് കാരണമാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CDS നോർത്ത് ചെയർപേഴ്സൺ PP ഷീജ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺമാരായ ഷീജ വിനോദ്, K ബീന, MV റംസി ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. നേരത്തെ തയ്യാറാക്കിയ പ്രോഗ്രാം നോട്ടീസ് അനുസരിച്ച് മേയറും കൌൺസിലർമാരും എത്തിയെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ ചടങ്ങിൽ സംബന്ധിച്ചില്ല. അപകർഷതാബോധം, മാനസിക സംഘർഷം, ഉറക്കമില്ലായ്മ, ആത്മഹത്യാ ചിന്ത, മുൻകോപം, കുടുംബത്തിലെ അപസ്വരങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ, ദമ്പതികളിലെ പൊരുത്തക്കേട്, സംശയരോഗം, മദ്യം, മയക്കുമരുന്ന് ഉപയോഗം, കുട്ടികളിലെ സ്വഭാവ ദൂഷ്യങ്ങൾ, കൌമാര പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളിൽ ഇവിടെ കൌൺസിലിംഗ് സൌകര്യമുണ്ടാകും. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് നിയമനിർദ്ദേശങ്ങളും ലഭ്യമാണ്. എല്ലാ തിങ്കളാഴ്ചകളും രാവിലെ 10 മുതൽ 4 വരെ സെന്റർ പ്രവർത്തിക്കും. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. Galaxy made of ABS material. Galaxy made of ABS material. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. 57 വർഷത്തെ ശ്രീകണ്ഠേശ്വര പൂജയുടെ പുണ്യവുമായി PP പീതാംബരൻ ശാന്തി ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പടിയിറങ്ങി. ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചതും ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. തൃശൂർ വലപ്പാട് നിന്ന് 23ാമത്തെ വയസ്സിലാണ് PP പീതാംബരൻ ശാന്തി ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശാന്തിയായി എത്തുന്നത്. കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദിനപ്രഭ എന്ന ദിനപത്രത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശാന്തിയെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് സുഹൃത്താണ് അപേക്ഷ അയച്ചത്. അങ്ങനെ 1958 ജൂലൈ മാസത്തിൽ കോഴിക്കോട്ടെത്തി.
അന്നത്തെ മേൽശാന്തി ബ്രഹ്മശ്രീ OS നാരായണൻ ശാന്തിയാണ് പൂജാതി കർമ്മങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ഓർമ്മകളിലുണ്ട്. ആ കാലത്ത് ചെളി നിറഞ്ഞ പ്രദേശമായിരുന്നു ക്ഷേത്ര പരിസരം. പിന്നീട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് വന്ന ഓരോ നല്ല മാറ്റങ്ങൾക്ക് പിന്നിലും ഇദ്ദേഹത്തിന്റെ കാർമ്മികത്വമായ അനുഗ്രഹമുണ്ട്. ഒരു പുരോഹിതനെന്ന നിലയിൽ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വിധം അനേകായിരം വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചതിനുള്ള ഭാഗ്യവും ഇദ്ദേഹത്തിനു ലഭിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം ഭഗവാന്റെ രൂപവും പിന്നീട് പീതാംബരൻ ശാന്തിയെയുമാണ് ഓരോ ഭക്തനും ഓർമ്മകളിൽ വരിക. ഭക്തജനങ്ങളുമായി അത്ര കണ്ട് താതാത്മ്യം പ്രാപിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പോയാലും കോട്ടൂളി പറമ്പത്തുകാവ് കിരാതമൂർത്തി ക്ഷേത്രത്തിലെ ശാന്തിയായി പീതാംബരൻ ശാന്തിയെ ഇനി കാണാം. എല്ലാം ശ്രീകണ്ഠേശ്വരന്റെ തീരുമാനം എന്ന പോലെയാണെന്ന് പീതാംബരൻ ശാന്തി പുഞ്ചിരിയോടെ പറയുന്നു. കോഴിക്കോട് ഡിസ്ട്രിക്ട് ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ INTUC നേതൃത്വത്തിൽ 18ാം വാർഷിക സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് തൊഴിൽ വകുപ്പും മുഖ്യമന്ത്രിയും ഇടപെടണമെന്ന് ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. MK രാഘവൻ MP വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ചുമട്ടുതൊഴിലാളി മാത്രമല്ല, കേരളത്തിൽ തൊഴിലാളികൾക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ അനുകൂലമായ നിലപാട് എടുത്തൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഐക്യ ജനാധിപത്യം എന്ന ഗവൺമെന്റാണ് ധൈര്യമായി പറയാൻ സാധിക്കും. CK ബാലൻ അധ്യക്ഷം വഹിച്ചു. MP ജനാർദ്ദനൻ, PV ഗംഗാധരൻ, MP ആദം മുൽസി, TM അശോകൻ, K പുരുഷോത്തമൻ, TK സുധാകരൻ എന്നിവർ സംബന്ധിച്ചു. യൂണിയന്റെ പുതിയ പ്രസിഡന്റായി PM സുരേഷ് ബാബുവിനെ തിരഞ്ഞെടുത്തു. TK സുധാകരൻ, N സദാശിവൻ, CK ബാലൻ, KM പൗലോസ്, VJ ചാക്കോ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും, MP ജനാർദ്ദനൻ ജനറൽ സെക്രട്ടറി, TM അശോകൻ, BP രവീന്ദ്രൻ, KT അംസു, P സ്വാമിനാഥൻ, K ഷാജി, K സുരേഷ്, KP കരുണൻ, K പ്രശാന്ത്, MT അഷ്റഫ്, PP സുൾഫിക്കർ അലി, ഫ്രാൻസിസ് ചാലിൽ, ബോസ് ജേക്കബ്, K ബാബു എന്നിവരെ സെക്രട്ടറിമാരായും VC സേതുമാധവനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രമുഖ വാച്ച് ബ്രാൻഡായ റാഡോയുടെ സ്ത്രീകൾക്കായുള്ള പുത്തൻ മോഡലുകൾ ബ്രാൻഡ് അംബാസിഡർ ബോളിവുഡ് താരം ലിസ റേ വിപണിയിലിറക്കി. മലബാർ വാച്ചസ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, റാഡോ ഇന്ത്യ ബ്രാൻഡ് മാനേജർ സിമ്രാൻ ചന്ദോക് എന്നിവർ സംബന്ധിച്ചു. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പ്രമുഖ വാച്ച് ബ്രാൻഡായ റാഡോ കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്രാൻഡ് അംബാസിഡറും മുഖ്യാതിഥിയുമായ ബോളിവുഡ് താരം ലിസ റേ റാഡോയുടെ സ്ത്രീകൾക്കുള്ള പുതിയ ശേഖരം വിപണിയിലിറക്കി. വനിതാ ദിനത്തിന് മുന്നോടിയായി റാഡോ വിപണിയിലിറക്കിയ ഈ ശേഖരത്തിൽ റാഡോ എസെൻസ, സെറാമിക് ടച്ച് ഉൾപ്പെടെയുള്ള ബ്രാൻഡിന്റെ പ്രശസ്തവും ജനപ്രിയവുമായ മോഡലുകളിലെ പുതിയ വാച്ചുകളുണ്ട്. കനം കുറഞ്ഞതും പോറലേൽക്കാത്തതും അലർജിമുക്തവുമായ സെറാമിക്കിൽ നൂതന സാങ്കേതിക വിദ്യയുടെ പിന്തുണയിൽ നിർമ്മിച്ച ഈ വാച്ചുകൾ ദീർഘകാലം നിലനിൽക്കുന്ന സൗന്ദര്യത്തിന് പ്രശസ്തമായ റാഡോയുടെ ശ്രേണിയുടെ തുടർച്ചയാണ്. വനിതാ ദിനത്തിന് മുന്നോടിയായി കോഴിക്കോട് റാഡോയുടെ പുതിയ ശേഖരം അവതരിപ്പിക്കാനായതിൽ ആഹ്ലാദമുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ച ലിസ റേ പറഞ്ഞു. അതീവ മനോഹരങ്ങളായ ഈ വാച്ചുകൾ സ്ത്രൈണ ഭംഗിയുള്ളവയും വിവിധ സ്റ്റൈലുകൾക്കിണങ്ങുന്നവയുമാണ്. സ്ത്രീകളെ പോലെ തന്നെ വൈവിധ്യമാർന്നതും മനോഹരവുമാണെന്ന് ലിസ റേ പറഞ്ഞു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള സമ്പൂർണ്ണ ശേഖരമാണ് കോഴിക്കോട് റാംമോഹൻ റോഡിലുള്ള മലബാർ വാച്ചസിൽ റാഡോ അണിനിരത്തിയിരിക്കുന്നത്. ഇനി ഉത്സവ വാർത്തകൾ. കൊയിലാണ്ടി വേയൂർ ശക്തൻ കുളങ്ങര ക്ഷേത്രോത്സവം വിപുലമായി ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഉച്ചഗുരുതി, ഇളനീർ കുലവരവ്, തണ്ടാൻ വരവ്, താലപ്പൊലി വരവും കോഴിക്കോട് B4U അവതരിപ്പിച്ച മെഗാ ഷോയും അരങ്ങേറി. ഉത്സവത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പപ്പേട്ടന്റെ രണ്ടാമത്തെ മോള് ശരണ്യ. ശരണ്യ വാർത്തകൾ ചുരുക്കത്തിൽ.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITUവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേരളത്തിലെ കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം എന്നീ 5 ഡിവിഷണൽ ഓഫീസുകൾക്ക് മുൻപിൽ മാർച്ച് 11-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ LIC ഏജന്റുമാരും കുടുംബാംഗങ്ങളും കൂട്ടധർണ സംഘടിപ്പിക്കുന്നു. LICയെ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിനും ഏജന്റുമാരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനും പോളിസി ഉടമകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ഈ സമരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കും. അസോസിയേഷന്റെ വിവിധ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടുവാനും ഉടമകളുടെ സംഘടനാ ശക്തി അധികാരികളെയും സമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനം മാർച്ച് 10-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30-ന് ടൗൺ ഹാളിൽ വെച്ച് നടക്കും. സമ്മേളനത്തിൽ മന്ത്രിമാർ, MP, MLA, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, സ്റ്റേറ്റ് ഭാരവാഹികൾ എന്നിവരും സംബന്ധിക്കും. ചെറുത്തുനിൽപ്പിലൂടെ അതിജീവനം സാധ്യമാണെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച വിനയയുടെ പുസ്തക പ്രകാശനവും ഫോട്ടോ പ്രദർശനവും മാർച്ച് 8-ാം തീയതി ശനിയാഴ്ച കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കാലത്ത് 10:30-ന് ഫോട്ടോഗ്രാഫി പ്രദർശനം പ്രമുഖ ചിത്രകാരിയായ കവിത മുഖോപാധ്യായ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 മണിക്ക് സാറ ജോസഫിന്റെ സാന്നിധ്യത്തിൽ മൈന ഉമൈഭാൻ പെൺകൂട്ട് പ്രവർത്തകയായ വിജിക്ക് നൽകിക്കൊണ്ട് iBooks പ്രസിദ്ധീകരിച്ച സാന്നിധ്യം തന്നെ സമരം പ്രകാശനം ചെയ്യും. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ മാർച്ച് 8-ാം തീയതി മുതൽ ഡോക്ടർ സിമി ഷെറിന്റെ ഡ്യൂ ഡ്രോപ്സ് വൈബ്രന്റ് കളേഴ്സ് ഓഫ് ലൈഫ് എന്ന വിഷയത്തിൽ ചിത്രപ്രദർശനം സംഘടിപ്പിക്കും. KMCT ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സിമിയുടെ ആദ്യ കലാപ്രദർശനമാണിത്. പ്രദർശനം മാർച്ച് 12-ാം തീയതിയാണ് സമാപിക്കുക. പ്രദർശന സമയം ദിവസേന രാവിലെ 11 മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. ശ്രീ M കോഴിക്കോട്ടും വടകരയിലും പ്രഭാഷണം നടത്തുന്നു. ഗൃഹസ്ഥാശ്രമിയായ യോഗിയും അപ്രന്റീസ് ടു എ ഹിമാലയൻ മാസ്റ്റർ എ യോഗീസ് ഓട്ടോബയോഗ്രാഫി എന്ന ആത്മകഥയുടെ കർത്താവുമായ ശ്രീ M വിവിധ വിഷയങ്ങളെ അധികരിച്ച് മാർച്ച് 10, 11 തീയതികളിൽ കോഴിക്കോട്ടും 12-ാം തീയതി വടകരയിലും പ്രഭാഷണം സംഘടിപ്പിക്കുന്നു. മാനവ ഏകതാ മിഷൻ കേരളയാണ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. 2015 ജനുവരി 12-ന് കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് നടത്തുന്ന വാക്ക് ഓഫ് ഹോപ്പ് 2015 പദയാത്രയുടെ സജ്ജീകരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പ്രഭാഷണം സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേന്ദ്രത്തിൽ പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കണമെന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി. UDF സർക്കാർ അധികാരമേറ്റ ശേഷം വികലമായ നടപടിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് KSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് K. ചന്ദ്രൻ മാസ്റ്റർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുണ്ടാവുന്ന അതിക്രമങ്ങളാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.